രാജാതിരാജനിന്ന് കുഞ്ഞിക്കാറ്റ് മൊഴിയുകയാൽ മഞ്ഞിൻ തുള്ളി പൊഴിയുകയാൽ കുഞ്ഞിക്കാറ്റ് മൊഴിയുകയാൽ യെരൂശലേം വഴി കാട്ടുവാൻ നമുക്കായിട്ടുദിച്ചൊരു താരകം ഉരുന്നു പൈതലായി നിന്റെ തേജസാൽ ഈ വിണ്ണിൻ രക്ഷകൻ പിറന്നു ഭൂമിയിൽ വാൻനിലാവിൻ നിറമുള്ള രാത്രിയിൽ പൂമരങ്ങൾ ഇളം കാറ്റിലാടി പാടാം 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 ഒരു നവഗാനം പാടാം. ഗോശാലയിൽ ഭൂജാതനായി രാജാതിരാജനിന്ന് ബേത്ലഹേം താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി തപ്പുതാളം മേളമോടെ വീണമീട്ടി ആർത്തുപാടാം ദേവാദിദേവൻ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ ഗോശാലയിൽ ഭൂജാതനായി രാജാതിരാജനിന്ന് പോലെ പവിഴകാന്തിയോടെ അഴകു ചാത്തി വന്നുദിച്ച ദിവ്യ താരമേ ലോകപാപമെല്ലാം തോളിലേറ്റിടാനായി എളിമയോടെ ജാതനായ മഹിത സ്നേഹമേ പൈതലേ നിന്നെ വാഴ്ത്തിടുന്നിതാ ഞങ്ങൾ പൂനിലാവ് പെയ്യുന്ന വാഴ്വിന്റെ രാത്രിയിൽ ഗോശാലയിൽ ഭൂജാതനായി രാജാതിരാജനിന്ന് ബേത്ലഹേം താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി തപ്പുതാളം മേളമോടെ വീണമീട്ടി ആർത്തുപാടാം ദേവാദിദേവൻ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ. സ്നേഹഗീതമായി മണ്ണിൽ വന്നു ജാതനായ ദിവ്യ സൂനുവേ നന്മതൻ വിത്തുകൾ കാലിൽ വിതച്ചിടാൻ താഴ്മയോടെ പുൽക്കുടിലിൽ ഉണ്ണി പിറന്നു നാലാകൃതങ്ങളും സ്വർഗീയ സൈന്യങ്ങളും രാജാതിരാജനിന്ന് ബേത്ലഹേം താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി തപ്പുതാളം മേളമോടെ വീണമീട്ടി ആർത്തുപാടാം ദേവാദിദേവൻ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ.
ഒരു ദിവ്യ പൈതലായി മഹിയിൽ ഭാഗ്യതാരകം ഒരു പുൽക്കുടിൽ നിറയും അരുണകിരണമായി മണ്ണിതിൽ വിടരും ഒരു മുകുളം ഒരു പുൽക്കുടിൽ നിറയും അരുണകിരണമായി മണ്ണിതിൽ വിടരും ഒരു മുകുളം കുഞ്ഞിക്കാറ്റ് മൊഴിയുകയാൽ മഞ്ഞിൻ തുള്ളി പൊഴിയുകയാൽ കുഞ്ഞിക്കാറ്റ് മൊഴിയുകയാൽ മഞ്ഞിൻ തുള്ളി പൊഴിയുകയാൽ ഒഴുകുകയായി പുതുനാദമായി കിളികൾ ഉണരുകയായി ഗാനവീചികൾ ഒഴുകുകയായി പുതുനാദമായി കിളികൾ ഉണരുകയായി ഒരു കിന്നരം വീട്ടി അണയുകയായി പുതു സംഘഗായകർ നിറയരവർ ഒരു കിന്നരം വീട്ടി അണയുകയായി പുതു സംഘഗായകർ നിറയരവർ കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി ദേവഗീതികൾ നിറയുകയായി ഒരു താരകം വാനിൽ ഉണരുകയായി ദേവഗീതികൾ നിറയുകയായി ഒരു താരകം വാനിൽ ഉണരുകയായി ഒരു തമ്പുരു പാട്ടിൽ ഉണരുകയായി പുതു വൃന്ദഗാനമായി മനുകുലവും ഒരു തമ്പുരു പാട്ടിൽ ഉണരുകയായി പുതു വൃന്ദഗാനമായി മനുകുലവും കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി ഒരു ദിവ്യ പൈതലായി മഹിയിൽ ഭാഗ്യതാരകം ഒരു ദിവ്യ പൈതലായി മഹിയിൽ ഭാഗ്യതാരകം ഒരു പുൽക്കുടിൽ നിറയും അരുണകിരണമായി മണ്ണിതിൽ വിടരും ഒരു മുകുളം ഒരു പുൽക്കുടിൽ നിറയും അരുണകിരണമായി മണ്ണിതിൽ വിടരും ഒരു മുകുളം കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി Happy Christmas, Happy Christmas, Happy Christmas, Happy Christmas. La 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 la
പുതുഗാനം ആട്ടിടയരവർ കേട്ടു. അന്നോളം കേൾക്കാത്ത സുവിശേഷം മാലാഖവൃന്ദങ്ങൾ പാടി. ഇന്നോളം പാടാത്ത പുതുഗാനം ആട്ടിടയരവർ കേട്ടു. അന്നോളം കേൾക്കാത്ത സുവിശേഷം നാഥൻ പിറന്നു കന്യാസുതനായി ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ. നാഥൻ പിറന്നു കന്യാസുതനായി ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ. മാലാഖവൃന്ദങ്ങൾ പാടി. ഇന്നോളം പാടാത്ത പുതുഗാനം ആട്ടിടയരവർ കേട്ടു. അന്നോളം കേൾക്കാത്ത സുവിശേഷം. മഞ്ഞു പെയ്യുന്ന ആദിലരാവിൽ രാപ്പാടികൾ കാഹളമൂതി. മഞ്ഞു പെയ്യുന്ന ആദിലരാവിൽ രാപ്പാടികൾ കാഹളമൂതി. ഒരു താരം കൺചിമ്മി നിന്നു പാരാകെ പൊന്നൊളി തൂകി. ഒരു താരം കൺചിമ്മി നിന്നു പാരാകെ പൊന്നൊളി തൂകി. നാഥൻ പിറന്നു മേരിസുതനായി പാരിൻ പാപങ്ങൾ പോക്കിടുവാൻ. നാഥൻ പിറന്നു മേരിസുതനായി പാരിൻ പാപങ്ങൾ പോക്കിടുവാൻ. പാൽനിലാവിൻ നിറമുള്ള രാത്രിയിൽ പൂമരങ്ങൾ ഇളം കാറ്റിലാടി. പാൽനിലാവിൻ നിറമുള്ള രാത്രിയിൽ പൂമരങ്ങൾ ഇളം കാറ്റിലാടി. ദൂരെ വാരിൽ ദൂതന്മാർ പാടി. ഭൂവിലെല്ലാവർക്കും ശാന്തി. ദൂരെ വാരിൽ ദൂതന്മാർ പാടി. ഭൂവിലെല്ലാവർക്കും ശാന്തി. ദേവൻ പിറന്നു ദൈവസുതനായി മണ്ണിൽ രാജനായി വാണിടുവാൻ. ദേവൻ പിറന്നു ദൈവസുതനായി മണ്ണിൽ രാജനായി വാണിടുവാൻ. മാലാഖവൃന്ദങ്ങൾ പാടി. ഇന്നോളം പാടാത്ത പുതുഗാനം ആട്ടിടയരവർ കേട്ടു. അന്നോളം കേൾക്കാത്ത സുവിശേഷം മാലാഖവൃന്ദങ്ങൾ പാടി. ഇന്നോളം പാടാത്ത പുതുഗാനം ആട്ടിടയരവർ കേട്ടു. അന്നോളം കേൾക്കാത്ത സുവിശേഷം നാഥൻ പിറന്നു കന്യാസുതനായി ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ. നാഥൻ പിറന്നു കന്യാസുതനായി ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ.
സ്വർഗമായി പെയ്തിറങ്ങി. ദൈവപുത്രൻ ആഗതനായി ശ്രീയേശുനാഥൻ ഭൂജാതനായി അങ്ങു ബേത്ലഹേമിൻ ഗോശാലയിൽ ചെന്നു രക്ഷകപാദം വണങ്ങി. അങ്ങു ബേത്ലഹേമിൻ ഗോശാലയിൽ ചെന്നു രക്ഷകപാദം വണങ്ങി. മണിമാളികകൾ പുൽകിയ രാമൻ മഹിതാചാര്യർ ജ്ഞാനമതിൽ ലോകമൊന്നായി വാഴും രാജാവിൻ ആഗതതാരം തെളിഞ്ഞു. മണിമാളികകൾ പുൽകിയ രാമൻ മഹിതാചാര്യർ ജ്ഞാനമതിൽ ലോകമൊന്നായി വാഴും രാജാവിൻ ആഗതതാരം തെളിഞ്ഞു. ദൈവപുത്രൻ ആഗതനായി ശ്രീയേശുനാഥൻ ഭൂജാതനായി അങ്ങു ബേത്ലഹേമിൻ ഗോശാലയിൽ ചെന്നു രക്ഷകപാദം വണങ്ങി. അങ്ങു ബേത്ലഹേമിൻ ഗോശാലയിൽ ചെന്നു രക്ഷകപാദം വണങ്ങി. പാടാം 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 ഒരു നവഗാനം പാടാം. സ്വർഗം ഭൂവിനു നൽകിയ സുവിശേഷം പാടാം. പാടാം 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 ഒരു നവഗാനം പാടാം. സ്വർഗം ഭൂവിനു നൽകിയ സുവിശേഷം പാടാം. ദൈവപുത്രൻ ആഗതനായി ശ്രീയേശുനാഥൻ ഭൂജാതനായി അങ്ങു ബേത്ലഹേമിൻ ഗോശാലയിൽ ചെന്നു രക്ഷകപാദം വണങ്ങി. അങ്ങു ബേത്ലഹേമിൻ ഗോശാലയിൽ ചെന്നു രക്ഷകപാദം വണങ്ങി. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Good tidings we bring to you and your King. Good tidings for Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. നിരാശയുടെയും അശാന്തിയുടെയും കയങ്ങളിൽ കൂപ്പുകുത്തിയ മാനവരാശിക്ക് പ്രതീക്ഷയുടെ പുത്തൻ ഉണർവ് ഏകുന്നതിന് സ്വർഗം താണിറങ്ങിയ നിമിഷമാണ് ക്രിസ്തുജനനം. അതെ, ഓരോ ക്രിസ്തുമസും പ്രതീക്ഷയുടെ പുത്തൻ കിരണങ്ങളാണ്. ക്രിസ്തുമസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സുകളിൽ ഓടിയെത്തുന്നത് പൊൻതാരകങ്ങളാണ്. എന്താണ് നക്ഷത്രം? എന്താണ് നക്ഷത്രത്തിന് ക്രിസ്മസുമായി ഇത്രയും അധികം ബന്ധം? നക്ഷത്രം കേവലം ഒരു അടയാളമല്ല, പ്രത്യുത അതൊരു പ്രതീക്ഷയുടെ ചിഹ്നമാണ്. ജീവിത വഴിത്താരകളിൽ പാദമിടറി മുന്നോട്ട് ഉള്ള പ്രയാണം തടസ്സപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ഉള്ള ഒരു പ്രതീക്ഷയുടെ ചിഹ്നം. T.S. എലിയട്ട് എന്ന ആംഗലേയ കവി 1927 രചിച്ച ഒരു കവിതയുണ്ട്. ജേണി ഓഫ് ദ മജായ് എന്നതാണ് അതിൻ്റെ പേര്. വിശുദ്ധ മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുക്കുഞ്ഞിനെ സന്ദർശിക്കുന്ന ജ്ഞാനികളുടെ കഥ, ജ്ഞാനികളിൽ ഒരുവൻ തന്നെ അത് അവതരിപ്പിക്കുന്നതായി ആ കവിതയിലൂടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നു. അതികഠിനമായ കാലാവസ്ഥ, സ്ഥിരപരിചിതമല്ലാത്ത സ്ഥലങ്ങൾ, മനസ്സ് മടുപ്പിക്കുന്ന സാഹചര്യങ്ങൾ, മുന്നോട്ട് ജീവിതം ക്രമീകരിക്കുവാനോ യാത്രയിൽ ദുർഘടം ആണ് എന്നുള്ള യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുവാനോ സാധിക്കാത്ത നിമിഷങ്ങൾ, ഭയം, ആശങ്ക ഒക്കെ നിറഞ്ഞ ഒരു യാത്ര. ഒരു ദിവ്യതാരകം കണ്ടതിനെ തങ്ങളുടെ അറിവിൻ്റെ പാരമ്യത്താൽ അപഗ്രഥിച്ച് അത് ഒരു ദിവ്യപിറവിയുടെ സന്ദേശമാണ്, അടയാളമാണ്,
എന്ന് മനസ്സിലാക്കി ഇറങ്ങിപ്പുറപ്പെട്ട ഒരു യാത്ര. സ്വന്തം കഴിവിലും അറിവിലും ആശ്രയിച്ച് യെരുശലേമിലെ രാജകൊട്ടാരത്തിൽ അവർ എത്തി. രാജകൊട്ടാരത്തിൽ ദിവ്യപിറവിയെപ്പറ്റി അവർ അന്വേഷിച്ചു. രാജകൊട്ടാരത്തിൽ ദിവ്യപിറവി ഒന്നും നടന്നിട്ടില്ലത്രേ. കഴിഞ്ഞ നാളുകളിൽ കഠിനമായ സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്തു വന്ന ആ ഒരു അനുഭവം വ്യർത്ഥമാകുന്ന നിമിഷം. നിരാശയുടെ അനുഭവങ്ങൾ. വർത്തമാന കാലഘട്ടം, നൂതന വിവര സാങ്കേതിക വിദ്യ അതിൻ്റെ പരമോന്നതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനും ഒരു അതിരുകളില്ല. അറിവിനും ആഴക്കടലിൻ്റെ ആഴങ്ങൾ താണ്ടുന്നതിനും പരിധികളില്ലാത്ത ഒരു കാലം. സാക്ഷരതയിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ആത്മഹത്യയുടെ പട്ടികയിൽ ഒന്നാമതെത്താൻ പരിശ്രമിക്കുകയാണ്. അപ്പോൾ എന്തുമാത്രം നിരാശയിലാണ് ലോകം ഇന്നായിരിക്കുന്നത്? എന്തുമാത്രം നിരാശാജനകമായ സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്? മത്തായി സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആകാംക്ഷ നിരാശയായി പരിണമിക്കുമ്പോൾ പ്രതീക്ഷയുടെ ദിവ്യതാരകം മാർഗദർശിയായി പുനരാഗമിക്കുകയാണ്. പൂർണ്ണമായ നിരാശയുടെ മധ്യയാണ് ആ നക്ഷത്രം അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. വീണ്ടും അവരുടെ മുന്നിൽ ആ ദിവ്യതാരകം അത് മെല്ലെ നീങ്ങുകയാണ്. മെല്ലെ നീങ്ങി അവരെ ബെത്ലഹേമോളം കൊണ്ട് എത്തിക്കുന്നു. ആ സന്തോഷം വർണ്ണനാതീതമാണ്. ആവർത്തിച്ചു വരുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു പുതുമയും പലപ്പോഴും നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നില്ല. പക്ഷേ നമ്മുടെ മനസ്സിലെ നിരാശയുടെ ഇരുട്ട് മാറ്റുന്ന അനുഭവമാണ് ക്രിസ്തുമസ്. ഒരുപക്ഷെ ജ്ഞാനികൾ ഞങ്ങൾ എന്ന ഭാവത്തിൽ സ്വയത്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് യെരുശലേമോളം എത്തിയത്. എന്നാൽ അവിടെ നിന്ന് അവർ താഴേക്ക് വീഴുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഞങ്ങൾ ഇത്രത്തോളം വന്ന ഈ യാത്ര വ്യർത്ഥമാകരുതേ എന്ന് ഒരു നിമിഷം മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അവരുടെ മുന്നിൽ ഒരു പൊൻതാരകം പ്രത്യക്ഷപ്പെടുന്നു. അത് മെല്ലെ അവരെ മുന്നിലേക്ക് നയിക്കുകയും യേശുക്കുഞ്ഞിൻ്റെ മുന്നിൽ അവർ വീണ് സാഷ്ടാംഗം പ്രണമിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിലൂടെ ഈ നക്ഷത്രം അല്ലെങ്കിൽ ഈ പൊൻതാരകം നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ഒന്ന് വിനയപ്പെടുക. ഓരോ ക്രിസ്തുമസും നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ്. വിനയപ്പെടുവാനും സ്വയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനും താഴ്മയുള്ളവരായി ജീവിതം പുനഃക്രമീകരിക്കുന്നതിനും ഉള്ള ഒരു ആഹ്വാനം. ആ താഴ്മ നമ്മെ കൂടുതൽ പ്രതീക്ഷയുള്ളവരാക്കി മാറ്റും. ജീവിതത്തിൽ ഇരുട്ടിൽ ആയിരിക്കുന്നവർക്ക് പുത്തൻ പ്രതീക്ഷകൾ നൽകുന്ന ഒരു കാലഘട്ടമായി ഈ ക്രിസ്മസ് കാലഘട്ടത്തെ നമുക്ക് രൂപാന്തരപ്പെടുത്തിയെടുക്കാം. ദൈവം അതിന് നമ്മെ ഏവരെയും സഹായിക്കട്ടെ.